ഹായ് ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 47, 48, 49 ഈ പേജസിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1825 notebooks are to be bought for the school store. How many bundles of 25 should be bought? സ്കൂൾ സ്റ്റോറിലേക്ക് 1825 നോട്ട് ബുക്കുകളാണ് വാങ്ങേണ്ടത്. 25 ബുക്സിൻ്റെ എത്ര കെട്ടുകൾ ബണ്ടിൽസ് വാങ്ങണം? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ടോട്ടലി 1825 നോട്ട് പുസ്തകങ്ങളാണ് ഉള്ളത്. അതിൽ 25ൻ്റെ ബണ്ടിൽസ് ഇങ്ങനെ നോക്കിയാൽ എത്ര ഉണ്ടാവും? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്കിവിടെ തന്നിട്ടുള്ള വിവരങ്ങൾ എഴുതി വെക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ എ ബണ്ടിൽ എത്രയാ? ഈക്വൽ ടു 25. നെക്സ്റ്റ്, ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ആർ ടു ബി ബോട്ട് ഈക്വൽ ടു 1825. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ബണ്ടിൽസ് ഓഫ് 25 ഷുഡ് ബി ബോട്ട് ഈക്വൽ ടു. എങ്ങനെ കണ്ടുപിടിക്കും? ഈ 1825നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. നോക്കാം നമുക്ക്. 1825 ഡിവൈഡഡ് ബൈ 25. ഇവിടെ ഈ ഡിവിഡൻ്റ് ആണ് 1825, ഡിവൈസർ 25 ആണ്. ഈ 25ൽ 2 ഡിജിറ്റ്സ് ആണ് ഉള്ളത് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഡിവിഡൻറ്റിൻ്റെ 2 ഡിജിറ്റ്സ് എടുക്കാം. 2 ഡിജിറ്റ്സ് എടുത്താൽ എത്ര കിട്ടും? 18. 18 എന്ന് പറയുന്നത് 25നേക്കാളും ചെറിയ നമ്പറാണ്. 18നെ കൊണ്ട് 25നെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് നമ്പർ കൂടി എടുക്കുക. ഡിവിഡൻറ്റിൻ്റെ നെക്സ്റ്റ് നമ്പർ കൂടി എടുക്കുക. അപ്പോൾ 182 കിട്ടും. 182നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. അപ്പോൾ 25ൻ്റെ ടേബിളിൽ 182 എവിടെ വരുന്നുണ്ടെന്ന് നോക്കാം. ടേബിൾ എഴുതുകയാണ്. ഇത്രയും മതി. ഇപ്പോൾ ഇതിങ്ങനെ എഴുതി നോക്കണമെന്നില്ല. 4 × 25 100 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനോട് ഇങ്ങനെ മനക്കണക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് 182 ആണ് ഉള്ളത്. 182ൽ എത്ര ടൈംസ് 25 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ഇവിടെ 175ൻ്റെയും 200ൻ്റെയും ഇടയിലാണ് 182 വരുന്നത്. 200 നമുക്ക് എടുക്കാൻ കഴിയില്ല, കാരണം അത് 182നേക്കാളും വലുതാണ്. അപ്പോൾ തൊട്ട് താഴെയുള്ള സംഖ്യ എന്ന് പറയുന്നത് 7 ടൈംസ് 25 175 ആണ്. അത് നമുക്ക് എടുക്കാം. 7 × 25 എത്രയാ? 175. ഇനി ഈ 175 മൈനസ് ചെയ്യാം. 182 മൈനസ് 175 നിങ്ങൾ നോർമലി മൈനസ് ചെയ്യുന്ന രീതിയിൽ മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 2ന്ന് 5 പോവില്ല, 1 എടുത്തു. 12ന്ന് 5 പോയാൽ 7, ബാക്കി അപ്പുറത്തെ സൈഡ് 0 വരുന്നത്. ഇനി 7 എന്ന് പറയുന്നത് ഒരു 1 ഡിജിറ്റാണ്. അതിനെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ 5 താഴോട്ട് എടുക്കുന്നു. 75 ആയി. ഇനി 75ൽ 25 എത്ര ടൈംസ് ഉണ്ടെന്ന് നോക്കാം. 75ൽ 25 എത്ര ടൈംസ് ഉണ്ട്? നമ്മളിപ്പോൾ ടേബിൾ എഴുതി. അപ്പോൾ ഇവിടെയുണ്ട് 3 × 25 ആണ് 75. 75 മൈനസ് 75 0. അതുകൊണ്ട് ആൻസർ എത്രയാ? നമ്പർ ഓഫ് ബണ്ടിൽസ് ഓഫ് 25 ഷുഡ് ബി ബോട്ട്. എത്ര ബണ്ടിൽസ് ആണ്? 73 ബണ്ടിൽസ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ഗിവ് എ ലഡു ടു ഈച്ച് ഓഫ് ദി 768 ചിൽഡ്രൻ ഇൻ സ്കൂൾ ടു സെലിബ്രേറ്റ് ദ വിക്ടറി ഇൻ മാത്ത് ഫെയർ. There are 24 laddus in 1 kilogram. How many kilograms should be bought?
ഗണിതശാസ്ത്രമേളയിൽ വിജയികളായതിന്റെ സന്തോഷം പങ്കിടാൻ സ്കൂളിലെ 768 സ്റ്റുഡൻസിനും ലഡു നൽകാൻ തീരുമാനിച്ചു. 1 കിലോഗ്രാം ലഡുവില് 24 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എത്ര കിലോഗ്രാം ലഡു വാങ്ങണം? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വെയിറ്റ് ഓഫ് ലഡ്ഡൂസ്, എത്ര കിലോഗ്രാം ലഡു ആണ് വാങ്ങേണ്ടത്, അത് നമുക്കിവിടെ എഴുതാം. വെയിറ്റ് ഓഫ് ലഡൂസ് ഷുഡ് ബി ബോട്ട്. 768 ആണ് ടോട്ടലി വേണ്ടത്. അപ്പോൾ 24 ലഡൂസ് 1 കിലോഗ്രാമിലുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 768 ഡിവൈഡഡ് ബൈ 24 നോക്കിയാൽ മതി. 768 ഡിവൈഡഡ് ബൈ 24 നോക്കിയാൽ മതി. അതിൻ്റെ ആൻസർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 768 ഡിവൈഡഡ് ബൈ 24. ഇവിടെ ഡിവിഡൻഡ് 768 ആണ്, ഡിവൈസർ 24 ആണ്. ഡിവൈസർ 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് 2 ഡിജിറ്റ് നമ്പർ എടുക്കുന്നു. 76. ഈ 76 എന്ന് പറയുന്നത് 24-നേക്കാളും വലുതാണ് അല്ലേ? അപ്പോൾ 76-ൽ എത്ര ടൈംസ് 24 ഉണ്ട് നോക്കാം. അതിന് നമുക്ക് എന്ത് വേണം? 24-ന്റെ ടേബിൾ വേണം. നമുക്കിവിടെ ജസ്റ്റ് 24-ന്റെ ടേബിൾ എഴുതാം. 1 × 24 ഈക്വൽസ് 24. 2 × 24 48. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ 3 ടൈംസ് 24 എടുക്കാൻ പറ്റും. 72-ന്റെയും 96-ന്റെയും മിഡിലായിട്ടാണ് നമ്മൾ 76 വരുന്നത്. അപ്പോൾ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ചെറിയ നമ്പർ 72 ആണ്. അപ്പോൾ നമുക്ക് എന്താക്കാം? 3 ടൈംസ് 24 എന്ന് പറയുന്നത് 72 ആണ്. ഇതെടുക്കാം. ഇനി 76 എന്ന് എന്ത് ചെയ്യണം? 72-നെ മൈനസ് ചെയ്യണം. 76 മൈനസ് 72 എത്രയാ? 6 2 പോയാൽ 4, 7 7 പോയാൽ 0. ഓക്കെ. ഇനി 4-ൽ 4 എന്ന് പറയുന്നത് 1 ഡിജിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും 24-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുന്ന് ഒരു ഡിജിറ്റ് താഴോട്ട് കൊണ്ടുവരുന്നുണ്ട്. 8 താഴോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ 48 ആയി. 48-ൽ 24 എത്ര ടൈംസ് ഉണ്ട്? നമുക്കറിയാം 2 ടൈംസ് അല്ലേ? അപ്പോൾ 2 ടൈംസ് 24 48. റിമൈൻഡർ ഈസ് 0. അപ്പോൾ ആൻസർ എത്രയാ? 32 കിലോഗ്രാം ആണ് നമുക്ക് വാങ്ങേണ്ടത്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. Abu decided to deposit 35 rupees in the bank each week. He has 1,505 rupees in his account now. For how many weeks has he been saving? അബു ഓരോ ആഴ്ചയിലും ചെലവ് കഴിച്ച് ബാക്കി വരുന്നതിൽ നിന്ന് 35 രൂപ വീതം ബാങ്കിൽ നിക്ഷേപിക്കും. ഇപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ 1,505 റുപ്പീസ് ഉണ്ട്. എന്നാൽ ഈ എമൗണ്ട് എത്ര ആഴ്ചത്തെ സമ്പാദ്യമാണ്? എത്ര ആഴ്ച കൊണ്ട് സേവ് ചെയ്യുന്നതാണ് ഇത്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ജസ്റ്റ് നമുക്ക് എഴുതാം. നമ്പർ ഓഫ് വീക്സ് അബു ഹാസ് ബീൻ സേവിങ്. എത്ര ആഴ്ചത്തെ സമ്പാദ്യമാണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 1,505-നെ 35 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1,505 ഡിവൈഡഡ് ബൈ 35. ഓക്കെ. ഇനി നമ്മൾ എങ്ങനെ ചെയ്യും? 1,505 ഡിവൈഡഡ് ബൈ 35 അല്ലേ? 35-ന്റെ ടേബിൾ നോക്കണം. 35 2 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 ഡിജിറ്റ് നമ്പർ നോക്കുക. 15 ആണ്. 15 എന്ന് പറയുന്നത് 35-നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ 3 ഡിജിറ്റ് നമ്പർ വരെ എടുക്കുക. 150 എടുക്കുക. ഈ 150-ൽ 35 എത്ര ടൈംസ് ഉണ്ട് നോക്കുക. അതിന് 35-ന്റെ ടേബിൾ എഴുതാം. ഈ 150 ഈ ടേബിളിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഇതിനിടക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് 175 എടുക്കാൻ കഴിയില്ല, കാരണം അത് വലിയ നമ്പറാണ്. പിന്നെ തൊട്ട് താഴെയുള്ള നമ്പർ എന്ന് പറയുന്നത് 4 ടൈംസ് 35 140 ആണ്. 4 ടൈംസ് 35 140. ഇനി ഇത് മൈനസ് ചെയ്യാം. 150 140 മൈനസ് ചെയ്താൽ എത്രയാ? 10. 10 ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്, ബട്ട് അത് 35-നേക്കാളും ചെറുതാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ 5-നെ താഴോട്ട് കൊണ്ടുവരുന്നു. ഇപ്പോൾ 105 ആയി. 105-ൽ 35 എത്ര ടൈംസ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ടേബിളിൽ കാണാം 3 ടൈംസ് 35 ആണ് 105.
5. 3 into 35 105. മൈനസ് ചെയ്താൽ 0. റിമൈൻഡർ 0 ആണ്. അപ്പോൾ നമ്പർ ഓഫ് വീക്സ് അബോ ഹാസ് ബിൻ സേവിങ്സ് എത്രയാണ്? 43 വീക്സ്. Fourth one, a panchayat allotted 3,25,500 rupees for renovating the libraries of 14 schools. If this is equally divided, how much would each school get? ഒരു പഞ്ചായത്തിന്റെ കീഴിലുള്ള 14 സ്കൂളുകളിലെ ലൈബ്രറി നവീകരണത്തിന് വേണ്ടി 3,25,500 രൂപ നീക്കിവെച്ചു. ഈ തുക എല്ലാ സ്കൂളിനും തുല്യമായി വീതിച്ചാൽ ഓരോ സ്കൂളിനും എത്ര തുക വീതം കിട്ടും? അപ്പോൾ 14 സ്കൂളുകളിലേക്കാണ് ഇത്രയും പൈസ നീക്കി വെച്ചിട്ടുള്ളത്. 14 സ്കൂളിലേക്കും തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യണം. ഈ 3,25,500 രൂപയെ 14 സ്കൂളിലേക്ക് തുല്യമായി ഡിവൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ 3,25,500 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് നമുക്ക് എഴുതാം. എമൗണ്ട് ഈച്ച് സ്കൂൾ വുഡ് ഗെറ്റ്. ഓരോ സ്കൂളിലും കിട്ടുന്ന തുക എത്രയാ? 3,25,500 ഡിവൈഡഡ് ബൈ 14. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം 3,25,500 ഡിവൈഡഡ് ബൈ 14. ഇവിടെ ഡിവൈസർ ആയിട്ടുള്ള 14 2 ഡിജിറ്റ് നമ്പറാണ്. അതുകൊണ്ട് ഡിവിഡൻറ്റിൽ നിന്നും ആദ്യത്തെ 2 ഡിജിറ്റ്സ് എടുത്തു, 32 എടുത്തു. 32 14നേക്കാളും ലാർജറാണ്. ഇനി 14ൻ്റെ ടേബിൾ എഴുതാം. ഇവിടെ ഈ 32 ഈ ടേബിളിൽ എവിടെ വരുന്നുണ്ടെന്ന് നോക്കാം. 28നും 42നും ഇടയിലാണ്. 42 ലാർജർ ആയതുകൊണ്ട് എടുക്കാൻ കഴിയില്ല. പിന്നെ തൊട്ട് താഴെയുള്ള നമ്പർ 28. 2 ടൈംസ് 14 28 ആണ്. അതെടുക്കാം. 2 ഇൻറ്റു 14 28. ഇനി 32ൽ നിന്നും 28 മൈനസ് ചെയ്യാം. 32ൽ നിന്ന് 28 മൈനസ് ചെയ്താൽ എത്രയാണ്? 4. 32 മൈനസ് 28 നോക്കി 4 കിട്ടി, എഴുതി. 4 കൊണ്ട് 14നെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു. 5 കൂടി താഴെ എടുത്തു. 45 ആയി. 45ൽ 14 എത്ര ടൈംസ് ഉണ്ട്? ഇവിടെ 42നും 56നും ഇടയിലാണ് 45 വരുന്നത്. അപ്പോൾ നമുക്ക് 42 എടുക്കാം. 3 ടൈംസ് 14 42. ഇനി 45 മൈനസ് 42 നോക്കുക, എത്ര കിട്ടും? 3. ഈ 3 കൊണ്ട് 14നെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അടുത്ത ഡിജിറ്റ് കൂടി താഴോട്ട് എടുക്കുന്നു. 5 താഴോട്ട് എടുത്തു. ഇപ്പോൾ 35 ആയി. 35ൽ 14 എത്ര ടൈംസ് ഉണ്ട് നോക്കുക. ഇവിടെ 2 ഇൻറ്റു 14 28 ആണ് എടുക്കാൻ കഴിയുക. 2 ഇൻറ്റു 14 28. ഇനി മൈനസ് ചെയ്യുക. 35ൽ നിന്ന് 28 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? എത്രയാണ് കിട്ടുന്നത്? 7 അല്ലേ? 7. ഓക്കെ. 7 ഒരു 1 ഡിജിറ്റ് ആണ്. അത് 14നേക്കാളും സ്മോൾ ആണ്. അപ്പോൾ നെക്സ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു താഴോട്ട്. 70 ആയി. 70ൽ 14 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ്. 5 14 70. ഇനി 0 കിട്ടി. ഇവിടെ കൊണ്ട് അവസാനിച്ചില്ല. നമ്മുടെ ഡിവിഡൻറ്റിൽ ഒരു ഡിജിറ്റ് കൂടി ബാക്കിയുണ്ട്, 0. അത് താഴോട്ടെടുത്തു. 0. 0ൽ 14 ഇല്ല. അപ്പോൾ 0 ടൈംസ് 0 ഇൻറ്റു 14 0. ഓക്കെ. ഇനി നമുക്ക് ആൻസർ എത്ര കിട്ടി? എമൗണ്ട് ഈച്ച് സ്കൂൾ വുഡ് ഗെറ്റ്. ഓരോ സ്കൂളിനും കിട്ടുന്ന എമൗണ്ട് എത്രയാ? 23,250. In an auditorium, 864 chairs are arranged in 24 rows. All rows have the same number of chairs. 1,260 chairs more are to be put in without adding chairs to any row. How many more rows have to be added? ഒരു ഓഡിറ്റോറിയത്തിൽ 864 കസേരകൾ 24 ലൈൻസിലായിട്ട് 24 റോസിലായിട്ട് നിരത്തിയിട്ടിരിക്കുന്നു. ഓരോ വരിയിലും കൂടുതൽ കസേരകൾ ഇടാതെ ഓഡിറ്റോറിയത്തിൽ 1260 കസേരകൾ കൂടി ഇടണമെങ്കിൽ എത്ര വരികൾ കൂടി വേണ്ടിവരും? അതായത് ഇവിടെ ഇങ്ങനെ 24 റോസിലായി 864 ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ 1,260
260 ചെയേഴ്സ് കൂടി സെറ്റ് ചെയ്താൽ എത്ര റോസ് ഉണ്ടാകും? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിനായി നമുക്ക് എന്ത് വേണം? ഈ ഒരു റോയിൽ എത്ര ചെയേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ 864നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും അല്ലേ? 864നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. Number of chairs in each row if 864 chairs are arranged in 24 rows. എത്രയാ? 864 divided by 24. 24 2 ഡിജിറ്റ് നമ്പർ ആണ്, അതുകൊണ്ട് ഇവിടെ 2 ഡിജിറ്റ് നമ്പർ എടുക്കുന്നു. 86. ഇനി 24ൻ്റെ ടേബിൾ നോക്കാം. ഈ ടേബിൾ ഇങ്ങനെ സൈഡിൽ എത്രയാണോ നമുക്ക് വേണ്ടത് അവിടം വരെ എഴുതാം. ഇനി ഇവിടെ 86 ആണ് വേണ്ടത്. 86 വരുന്നത് 72നും 96നും ഇടയിലാണ്, അതുകൊണ്ട് 3 × 24 എടുക്കാം. 3 × 24 72. ഓക്കെ, ഇനി 86ന്ന് 72 മൈനസ് ചെയ്യാം. 86ന്ന് 72 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 6ന്ന് 2 മൈനസ് ചെയ്താൽ 4, 8ന്ന് 7 മൈനസ് ചെയ്താൽ 1, 14. 14 2 ഡിജിറ്റാണ്, ബട്ട് അത് 24നേക്കാളും ചെറുതാണ്, അതുകൊണ്ട് നെക്സ്റ്റ് ഡിജിറ്റായ 4 താഴോട്ടെടുത്ത് 144 ആക്കി. ഇനി 144ൽ 24 എത്ര ടൈംസ് ഉണ്ടെന്ന് നോക്കണം. അതിന് 24ൻ്റെ ബാക്കി ടേബിൾ കൂടി എഴുതുന്നുണ്ട്. 5 × 24 120, 6 × 24 144. നമുക്കിവിടെ കിട്ടി 6 × 24 ആണ് 144. 6 ടൈംസ് 24 144. ഇനി ഇത് മൈനസ് ചെയ്താൽ 0 കിട്ടും, റിമൈൻഡർ 0 ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടി ഒരു റോയിൽ 36 ചെയേഴ്സാണ് ഉള്ളത്. ഓക്കെ, അത് നമുക്കിവിടെ എഴുതാം. 864 ഡിവൈഡഡ് ബൈ 24 36. ഒരു റോയിൽ 36 ചെയേഴ്സ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 1260 ചെയേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എത്ര റോസ് ഉണ്ടാവും? ഇവിടെ ഒരു റോയിൽ 36 ചെയേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. എന്നാൽ ഇങ്ങനെ 36 ചെയേഴ്സ് അറേഞ്ച് ചെയ്താൽ ഈ 1260 ചെയേഴ്സ് കംപ്ലീറ്റ്ലി അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എത്ര റോസ് ഉണ്ടാവും? അതിന് എന്ത് ചെയ്യണം നമ്മൾ? ഈ 1260നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് മോർ rows have to be added. 1260 chairs more are to be put, equals 1260 divided by 36. ഇത് നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 1260 ഡിവൈഡഡ് ബൈ 36. 36 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് ഇവിടെ 2 ഡിജിറ്റ് എടുത്തു. 12 36നേക്കാളും സ്മോൾ ആണ്, അതുകൊണ്ട് 126ൽ 36 എത്ര ടൈംസ് ഉണ്ടെന്ന് നോക്കാം. ഇനി 36ൻ്റെ ടേബിൾ എഴുതുന്നു. ഇവിടെ നോക്കുക, 126 വരുന്നത് 118നും 144നും ഇടയിലാണ്. അപ്പോൾ നമുക്ക് 3 ടൈംസ് 36 108 ഇതെടുക്കാം. 3 ടൈംസ് 36 108. ഇനി ഇത് മൈനസ് ചെയ്യാം. 126ന്ന് 108 മൈനസ് ചെയ്യുന്നു. 6ന്ന് 8 മൈനസ് ചെയ്യാൻ കഴിയില്ല, അപ്പോൾ 1 എടുത്തു. 16 8 പോയാൽ 8. ഇനി 1 ആണ് അവിടെ ബാക്കിയുള്ളത്. 1ന്ന് 0 പോയാൽ 1. ഓക്കെ, അപ്പുറം 0 ആണല്ലോ. ഇനി 18 2 ഡിജിറ്റ് നമ്പർ ആണ്, ബട്ട് 36നേക്കാളും ചെറുതാണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് ഡിജിറ്റായ 0 താഴോട്ട് കൊണ്ടുവരുന്നു. 180 ആയി. 180ൽ 36 എത്ര ടൈംസ് ഉണ്ട്? അത് കണ്ടുപിടിക്കാൻ വേണ്ടി ടേബിൾ കുറച്ചുകൂടി എഴുതേണ്ടതുണ്ട്. 5 × 36 നോക്കുന്നത് 180 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി 5 × 36 ആണ് 180. 5 ടൈംസ് 36 180 മൈനസ് ചെയ്താൽ 0. ആൻസർ എത്രയാണ്? 35 റോസ്. 35 റോസ് കൂടി അവിടെ ആഡ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി വീക്സ് ആർ ദെയർ ഇൻ എ ലീപ്പ് ഇയർ? ഹൗ മെനി മോർ ഡേയ്സ് ആർ ദെയർ? ഒരു അതിവർഷത്തിൽ ലീപ്പ് ഇയറിൽ എത്ര വീക്സ് ഉണ്ടാവും? സാധാരണ ഇയേഴ്സിൽ 365 ഡേയ്സ് ആണുള്ളത്. ലീപ്പ് ഇയറിൽ 366 ഡേയ്സ് ഉണ്ട്. ഒരു ഡേ എക്സ്ട്രാ ഉണ്ട്.
അല്ലേ? അപ്പോൾ നമുക്ക് അറിയാം 1 വീക്കിൽ 7 ഡേയ്സ് ആണുള്ളത്. ഇങ്ങനെ 7 ഡേയ്സ് ആയിട്ട് ഗ്രൂപ്പ്സ് എത്ര എണ്ണം 366 ഡേയ്സിലുണ്ടാവും. 7ൻ്റെ ഗ്രൂപ്പ്സ് എത്രയുണ്ടാവും എന്ന് നോക്കിയാൽ മതി നമുക്ക് എത്ര വീക്സ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി. അതിനെന്ത് ചെയ്യാം, നമുക്ക് 366നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതൊന്ന് എഴുതാം. നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ലീപ്പ് ഇയർ എത്രയാണ്? 366. നമ്പർ ഓഫ് വീക്സ് ആർ ദെയർ ഇൻ എ ലീപ്പ് ഇയർ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യും? 366 ഡിവൈഡഡ് ബൈ 7. 366നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 1 ഡിജിറ്റാണ്. ഇവിടെ 3 1 ഡിജിറ്റ് എടുത്താൽ 3 7നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് 2 ഡിജിറ്റ്സ് എടുക്കണം. 36 എടുക്കണം. 36ൽ 7 എത്ര ടൈംസ് ഉണ്ടെന്ന് നോക്കാം. 7ൻ്റെ ടേബിൾ എല്ലാവർക്കും അറിയാലോ. അത് ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട് ഇവിടെ. 36 വരെയാണ് നമുക്ക് കിട്ടേണ്ടത്. 36 വരുന്നത് 35നും 42നും ഇടയിലാണ്. തൊട്ട് താഴെയുള്ള നമ്പർ എടുക്കാം. 35 5 × 7 35 ആണ്. മൈനസ് ചെയ്തു. 36ന്ന് 35 മൈനസ് ചെയ്താൽ 1. അതുകൊണ്ട് 6 താഴോട്ടെടുത്തു. 16ൽ 7 എത്ര ടൈംസ് ഉണ്ട് നോക്കാം. 14 വരുന്നുണ്ട്. 2 × 7 14 വരുന്നുണ്ട്. അതെടുക്കാം. 2 × 7 14 മൈനസ് ചെയ്താൽ 2 റിമൈൻഡർ ആണ്. 52 വീക്സ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ലീപ്പ് ഇയറിൽ 52 വീക്സ് ഉണ്ടാകും. പ്ലസ് എത്ര ഡേയ്സ് കൂടി ഉണ്ടാവും? ഇവിടെ റിമൈൻഡർ ആയിട്ട് കിട്ടിയിട്ടുള്ള ചോദ്യത്തിൽ ചോദിക്കുന്നുണ്ട് ഹൗ മെനി മോർ ഡേയ്സ് ആർ ദെയർ, എത്ര ദിവസം അധികമുണ്ടാവും. ഇവിടെ റിമൈൻഡറായി കിട്ടിയിട്ടുള്ളതാണ് അധികമുള്ള ദിവസം. ഇവിടെ റിമൈൻഡർ എത്രയാണ്? 2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോർ ഡേയ്സ് എത്രയാണ്? 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. On the right, the division of a 4-digit number by 13 is shown. Fill in the missing digits. ഒരു നമ്പറിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ ചില നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. അത് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇവിടെ ഒരു 4 ഡിജിറ്റ് നമ്പറിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. മിസ്സിംഗ് ഡിജിറ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡിജിറ്റ്സ് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. 2 × 13 26 ആണ്. ഈ നമ്പറിൽ നിന്നും 26 മൈനസ് ചെയ്താൽ 8 കിട്ടുമെന്ന് തന്നിരുന്നു. അതുകൊണ്ട് 26ലേക്ക് 8 ആഡ് ചെയ്താൽ ഇവിടുത്തെ നമ്പർ കിട്ടുമല്ലോ. 26ലേക്ക് 8 ആഡ് ചെയ്താൽ കിട്ടുന്നത് 34 ആണ്. 3 തന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡിജിറ്റ് എന്തായാലും 4 ആയിരിക്കും. അതുകൊണ്ട് 4 എഴുതി. ഇനി 8 കൊണ്ട് 13 ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ഡിജിറ്റ് താഴോട്ട് എടുക്കണം. ആ താഴോട്ട് എടുത്ത ഡിജിറ്റ് ആണ് 7. ഓക്കെ. ഇനി 87ൽ 13 എത്ര ടൈംസ് ഉണ്ടെന്ന് നോക്കുക. ടേബിൾ 13ന്റെ ടേബിൾ എഴുതുക. എന്നിട്ട് നോക്കിയാൽ മതി. അതിൽ 6 × 13 78 ആണ് കിട്ടുന്നത്. 87ന്ന് 78 മൈനസ് ചെയ്താൽ 9 കിട്ടും. അതുകൊണ്ട് ഇവിടുത്തെ ഡിജിറ്റ് ആയി 9. നെക്സ്റ്റ് ഡിജിറ്റ് ഇവിടെ മുകളിലുള്ള ഡിവിഡൻഡിന്റെ ലാസ്റ്റ് ഡിജിറ്റായ 6 താഴോട്ട് കൊണ്ടുവരുന്നതാണ്. ആ 6 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 96. ഇനി ഈ 96ൽ 13 എത്ര ടൈംസ് ഉണ്ടെന്ന് നോക്കുക. 7 × 13 91 ആണ്. 96ന്ന് 91 മൈനസ് ചെയ്താൽ 5 കിട്ടും. അത് ഓൾറെഡി അവിടെ തന്നിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The bill Thomas got for his purchases is shown below. തോമസ് വാങ്ങിയ ചില സാധനങ്ങളുടെ ബില്ലാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഐറ്റംസ്, വെയ്റ്റ് ഇൻ കിലോഗ്രാം, പ്രൈസ് ഇൻ റുപ്പീസ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. റൈസ് 15 കിലോഗ്രാമിന് 480 റുപ്പീസ് ആണ്. ഷുഗർ 4 കിലോഗ്രാമിന് 136 റുപ്പീസ്. മങ്ക് ബീൻ 5 കിലോഗ്രാമിന് 360 റുപ്പീസ്. ചിക്ക് പി 6 കിലോഗ്രാമിന് 276 റുപ്പീസ്. ഇനി ഇതേ ഷോപ്പിൽ നിന്നും ഫ്രം ദ സെയിം ഷോപ്പ് കണ്ണൻ ബോട്ട് ദിസ്. കണ്ണൻ ഇത്രയും സാധനങ്ങളാണ് ഇങ്ങനെയാണ് വാങ്ങുന്നത് ഈ അളവില്. എന്നാൽ എത്ര രൂപ കണ്ണൻ കൊടുക്കണം? അതാണ് ക്വസ്റ്റ്യൻ. കണ്ണൻ എത്ര രൂപ കൊടുക്കണം
എന്ന് കണ്ടുപിടിക്കുന്നതിനായി കണ്ണൻ വാങ്ങിയ സാധനങ്ങളുടെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനായി നമുക്ക് ഇവിടെ തോമസ് വാങ്ങിയ ടേബിളിൽ നിന്നും ഓരോ ഐറ്റത്തിൻ്റെയും 1 കിലോഗ്രാമിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കാം. പ്രൈസ് ഓഫ് 1 കിലോഗ്രാം എന്ന് കൊടുക്കാം. പ്രൈസ് ഓഫ് 1 kg. ഓക്കെ, കിലോഗ്രാം. അതെങ്ങനെ കണ്ടുപിടിക്കും? 480 ഡിവൈഡഡ് ബൈ 15. 480 ഡിവൈഡഡ് ബൈ 15 എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഇതേപോലെ ഇതെല്ലാം ചെയ്യണം. ഇവിടെ സൈഡിൽ നമുക്ക് ചെയ്യാം. 480 ഡിവൈഡഡ് ബൈ 15. 15 എന്നത് 2 ഡിജിറ്റ് നമ്പറാണ്. അതുകൊണ്ട് ഈ ഡിവിഡൻഡിന്റെ 2 ഡിജിറ്റ്സ് എടുത്തു. 48. 48ൽ 15 എത്ര ടൈംസ് ഉണ്ട്? നമുക്കറിയാം 1 into 15 15 ആണ്. 2 into 15 30. 3 into 15 45. 4 into 15 60. 45 കഴിഞ്ഞിട്ടാണ് 48 വരുന്നത്. നെക്സ്റ്റ് നമ്പർ 60 ആണ്. അതുകൊണ്ട് നമുക്ക് 60 എടുക്കാൻ പറ്റൂല. 48ന്റെ തൊട്ട് താഴെയുള്ള നമ്പർ എടുക്കാം. 45. 3 into 15 45. അപ്പോൾ 3 times 15 എടുക്കാം. 45 എന്നാണ് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യണം? 45നെ 48ൽ നിന്ന് മൈനസ് ചെയ്യണം അല്ലേ? 48ൽ നിന്ന് 45 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 8ൽ നിന്ന് 5 പോയാൽ 3. ഓക്കെ, 3 എന്ന് പറയുന്നത് ഒരു 1 ഡിജിറ്റ് നമ്പറാണ്. നമുക്ക് 3നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുത്തെ 0 താഴത്തെടുത്തു. 30 ആയി. ഇനി 30ൽ 15 എത്ര ടൈംസ് ഉണ്ട്? 30ൽ 2 ടൈംസ് ആണ് 15 ഉള്ളത്. 2 times 15 30. ഓക്കെ, റിമൈൻഡർ ഉണ്ടോ? ഇല്ല, റിമൈൻസ് 0 ആണ്. അപ്പോൾ ആൻസർ എത്ര? 1 kgൻ്റെത് എത്ര? 32 അല്ലേ? റുപ്പീസിലാണ്. 32 റുപ്പീസ്. നെക്സ്റ്റ് നോക്കാം. 136 ഡിവൈഡഡ് ബൈ 4 ആണ് 1 കിലോഗ്രാം ഷുഗറിന്റെ റേറ്റ് അല്ലേ? 136 ഡിവൈഡഡ് ബൈ 4. 4 1 ഡിജിറ്റ് ആണ്. ഇവിടുത്തെ ഫസ്റ്റ് 1 ഡിജിറ്റ് എടുത്താൽ 1 ആണ്. അത് ഈ 4നേക്കാളും ലെസ് ആണ്. അതുകൊണ്ട് നമുക്ക് അത് എടുക്കാൻ പറ്റൂല. നെക്സ്റ്റ് നമ്പർ കൂടി എടുത്തു. അപ്പോൾ 13 ആയി. 13ൽ 4 എത്ര ടൈംസ് ഉണ്ട്? 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞാൽ നമുക്കറിയാം 3 into 4 എത്രയാ? 12 ആണ് അല്ലേ? ഇനി 13 minus 12 എത്രയാ? 1. 1 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് 6 താഴോട്ട് എടുത്തു. 16 ആയി. 16ൽ 4 എത്ര ടൈംസ് ഉണ്ട്? 4 into 4 16. 16 minus 16 0. ഓക്കെ, അപ്പോൾ 1 kgൻ്റെ വില 34 ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം. 360 ഡിവൈഡഡ് ബൈ 5 അല്ലേ? 360 ഡിവൈഡഡ് ബൈ 5 നോക്കിയാൽ 1 കിലോഗ്രാം മങ്കിന്റെ റേറ്റ് അറിയാം. 360 ഡിവൈഡഡ് ബൈ 5. 3 എടുത്താൽ 5 1 ഡിജിറ്റ് ആണ്. 3 എടുത്താൽ ചെറുതാണ്, 5നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് 36 എടുക്കുന്നു. 36ൽ 5 എത്ര ടൈംസ് ഉണ്ട്? നമുക്കറിയാം. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാം. അതിൽ 7 5. 7 into 5 35 ആണ്. 36 നിന്ന് 35 പോയാൽ 1. ഇനി താഴോട്ട് 0 എടുത്തു. 10. 10ൽ 5 ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര ടൈംസ് ഉണ്ട് 5? 2 5. 2 times 5 10 ആണ്. 10 minus 10 0. 72 ആണ് 1 kgന്റെ റേറ്റ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോ. 276 ഡിവൈഡഡ് ബൈ 6 നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ചിക്പിയുടെ റേറ്റ് കിട്ടും അല്ലേ? ഇനി 276 ഡിവൈഡഡ് ബൈ 6 നോക്കാം. 6 എന്ന് പറയുന്നത് 1 ഡിജിറ്റ് ആണ്. ഇവിടെ 1 ഡിജിറ്റ് എടുത്താൽ അത് 6നേക്കാളും ചെറുതാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ 2 ഡിജിറ്റ് എടുത്തു. 27 ആയി. 27ൽ 6 എത്ര ടൈംസ് ഉണ്ട്? 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാലോ. അത് വെച്ചിട്ട് നോക്കിയേ. 27ൽ 6 എത്ര ടൈംസ് ആണുള്ളത്? ഓക്കെ, 5 5 6 30 വേണ്ട. 4 4 6 24. 6 into 4 24 ആണ്. മൈനസ് ചെയ്തു. 27 നിന്ന് 24 പോയാൽ 3. ഓക്കെ, 3 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട്
6 താഴോട്ടെടുത്തു. 36ൽ 6 എത്ര ടൈംസ് ഉണ്ട്? 6 ടൈംസ്. 6 × 6 36. 36 മൈനസ് 36 0 ആണ്. അപ്പോൾ 1 kgയുടെ റേറ്റ് എത്ര കിട്ടി? 46 റുപ്പീസ്. ഇപ്പോൾ നമുക്ക് എല്ലാ ഐറ്റത്തിൻ്റെയും ഓരോരോ kgയുടെ റേറ്റ് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് കണ്ണന് ഓരോന്നും വാങ്ങിയതിന്റെ റേറ്റ് എത്രന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ ചെയ്താൽ മതി? റൈസ് 1 kg റൈസിന് 32 റുപ്പീസ് ആണ്. അപ്പോ 12 kg റൈസിന് എത്ര റുപ്പീസ് ആയിരിക്കും? 12 × 32. പ്രൈസ് എത്രയായിരിക്കും? പ്രൈസ് ഇവിടെ ഹെഡിങ് കൊടുത്തു. ഇനി അപ്പോൾ എത്രയായിരിക്കും? 12 × 32. ഇവിടെയാണെങ്കിൽ എത്ര? 3. ഷുഗർ 1 kgക്ക് 34 ആണ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? 3 × 34. ഇവിടെ 72 ആണ്. അപ്പോൾ 2 × 72 46. 5 × 46. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണം അല്ലേ? ടോട്ടലിന് എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതെല്ലാം ആഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കിട്ടിയത് എഴുതാം. എമൗണ്ട് ഷുഡ് കണ്ണൻ പേ ഈക്വൽ ടു 860 റുപ്പീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 216 children are arranged in lines, 12 in each line. How many lines are there? ടോട്ടൽ 216 ചിൽഡ്രൻ ആണ് ഉള്ളത്. 12 ചിൽഡ്രൻ ആണ് ഒരു ലൈനിലുള്ളത് അല്ലേ? ഈ ഒരു ലൈനിൽ 12 ചിൽഡ്രൻ ഉണ്ട്. അങ്ങനെയായാൽ എത്ര ലൈൻസ് ഇവിടെ ഉണ്ടാവും? അതാണ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 216നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അത് എഴുതാം. നമ്പർ ഓഫ് ലൈൻസ് ഈക്വൽ ടു 216 ഡിവൈഡഡ് ബൈ 12. 216 ഡിവൈഡഡ് ബൈ 12 നോക്കാം. 12 2 ഡിജിറ്റ് നമ്പറാണ്. അതുകൊണ്ട് നമ്മൾ 21 ആണ് എടുക്കുന്നത്. 21ൽ 12 എത്ര ടൈംസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് 12ൻ്റെ ടേബിൾ എഴുതാം. അവിടെ 2 × 12 എന്ന് പറയുന്നത് 24 ആണ്. അതുകൊണ്ട് നമുക്ക് 24 എടുക്കാൻ കഴിയില്ല. തൊട്ട് മുമ്പുള്ള നമ്പർ എന്ന് പറയുന്നത് 1 × 12 12 ആണ്. അതുകൊണ്ട് 1 ടൈംസ് 12 എടുക്കാം നമുക്ക്. ഓക്കെ, 1 × 12 12. ഇനി 21 നിന്ന് 12 മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 21 നിന്ന് 12 മൈനസ് ചെയ്താൽ എത്രയാണ്? 9. 9നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് 6 താഴോട്ട് എടുക്കുന്നുണ്ട്. 96 ആയി. ഇനി 96ൽ 12 എത്ര ടൈംസ് ഉണ്ടെന്ന് നോക്കണം. 12ൻ്റെ ബാക്കി ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് എഴുതി നോക്കുമ്പോൾ 8 × 12 ആണ് 96 വരുന്നത്. അത് നിങ്ങൾ എഴുതി നോക്കുക. 18 × 12 എത്രയാണെന്ന് നോക്കുക. 96 കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ആൻസർ എഴുതാം. നമ്പർ ഓഫ് ലൈൻസ് 18 ആണ്. അതേ ക്വസ്റ്റ്യൻ്റെ ബാക്കിയാണ്. സം മോർ ചിൽഡ്രൻ ജോയിൻ. ഈച്ച് ലൈൻ നൗ ഹാസ് 25 ചിൽഡ്രൻ ആൻഡ് ദ നമ്പർ ഓഫ് ലൈൻസ് ഈസ് ദ സെയിം. ഹൗ മെനി കെയിം ഇൻ ലേറ്റർ? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ എന്താണ്? ടോട്ടൽ 18 ലൈൻസ് ആണ് ഉള്ളത്. 18 ലൈൻസിലാണ് കുട്ടികൾ നിന്നിട്ടുള്ളത്. 18 ലൈൻസിൽ ഒരു ലൈൻ എടുത്താൽ ആ ഒരു ലൈനിൽ 25 ചിൽഡ്രൻ ആണ് ഉള്ളത് എങ്കിൽ
ഈ 18 ലൈൻസിലും കൂടി എത്ര ചിൽഡ്രൻ ഉണ്ടാകും? അതാണ് ക്വസ്റ്റ്യൻ. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 25 ഇൻറ്റു 18 നോക്കിയാൽ മതി അല്ലേ? അത് നമുക്കൊന്ന് എഴുതാം. ഇഫ് ഈച്ച് ലൈൻ ഹാസ് 25 children, then the total number of children equal to 18 into 25. 18 into 25 എത്രയാണ്? 18 into 25. അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇവിടെ ചെയ്യുന്നുണ്ട്. ആൻസർ എത്രയാണ് കിട്ടുന്നത്? 450. 25 ചിൽഡ്രൻ ഒരു ലൈനിൽ വന്നാൽ 18 ലൈനിലും കൂടി 450 ചിൽഡ്രൻ ഉണ്ടാവും. ഇവിടെ ക്വസ്റ്റ്യന് ഹൗ മെനി കെയിം ഇൻ ലേറ്റർ, പിന്നീട് എത്ര കുട്ടികളാണ് വന്നത് എന്നാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ തന്നിരുന്നു 216 ചിൽഡ്രൻ ആണ് ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ നമുക്കത് എഴുതാം. നമ്പർ ഓഫ് ചിൽഡ്രൻ കെയിം ഇൻ ലേറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? 450 മൈനസ് നേരത്തെ 216 ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. എത്ര ആൻസർ കിട്ടുന്നുണ്ട് നോക്കാം നമുക്ക്. 450 മൈനസ് 216. 10 നിന്ന് 6 പോയാൽ എത്രയാണ്? 5 നിന്ന് ഇപ്പുറം എടുത്തിട്ടാണ് 10 ആയത്. 10 നിന്ന് 6 എടുത്താൽ 4. ദെൻ ഇവിടെ 4 റിമൈനിങ് ഉണ്ടാവും. 4 നിന്ന് 1 പോയാൽ 3, പിന്നെ 4 നിന്ന് 2 പോയാൽ 2. ഓക്കെ, 234.